ഞങ്ങൾ ചില ചോദ്യങ്ങൾ കേരള സമൂഹത്തിന് മുൻപിൽ ഉന്നയിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് വർഷങ്ങളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനം നടത്തി പതിറ്റാണ്ടുകളോളം ഒന്നല്ലെങ്കിൽ മറ്റൊരു അധികാര സ്ഥാനം കൈയാളിയ നേതാക്കന്മാർ തിരുവനന്തപുരത്തുണ്ട്. മറുപടി പറയണം. ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി നേമം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്നു, MLA ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം MLA ഒന്നിൽ കൂടുതൽ തവണ, ആറ്റിങ്ങിൽ നിന്ന് MLA ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തു നിന്ന് ഒന്നിൽ കൂടുതൽ തവണ ജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിരുന്നു. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ VK പ്രശാന്ത് മേയറായിരുന്നു. അദ്ദേഹം ഒന്നിൽ കൂടുതൽ തവണ MLA ആയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ നിരവധി കാലം, പതിറ്റാണ്ടുകളോളം വിവിധ അധികാര കേന്ദ്രങ്ങൾ കൈകാലിയവരാണ്. ഇവരുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായി അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി എന്ത് കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇവർ മൂന്നുപേരും തയ്യാറാകണം. ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോ നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ജനുവരി മാസം മുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ്? കുടിവെള്ള പ്രശ്നമാണ്. ഈ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ഈ MLA-മാരും ഈ മന്ത്രിയുമൊക്കെ എന്ത് നിലപാടാ സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പൊ അദ്ദേഹം അയ്യപ്പൻ കോശം കളിക്കുകയാണല്ലോ. അദ്ദേഹം ഗോതയിലിറങ്ങി നിൽക്കുകയാണ്. ഈ മൽപ്പിടുത്തം അദ്ദേഹത്തിന് നല്ല വശമുള്ള ആളാ. പക്ഷേ രാഷ്ട്രീയത്തിൽ ആശയ സംവാദമാണ് ആവശ്യം. അയ്യപ്പനും കോശിയും കളിയൊക്കെ നമുക്ക് കളിക്കാം. എന്താണ് സർക്കാർ ചെലവിൽ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെ കൈയാളിയിട്ട് കഴിഞ്ഞ 25-30 വർഷം കൊണ്ട് ഇവർ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി? 1990-കളിൽ അരുവിക്കരയിൽ നിന്നും വെള്ളം, ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടി ഭൂമിക്കടിയിൽ ഇട്ട പൈപ്പ് 30 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ കാലാവധി കഴിയും. അതിനു മുൻപ് തന്നെ പുതിയ പൈപ്പ് ലൈൻ ഇട്ടെങ്കിൽ മാത്രമേ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാവുകയുള്ളൂ. അതിന് ഇവർക്കാർക്കും തന്നെ സാധിക്കാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം പട്ടണം ഇന്ന് കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നത്. അരുവിക്കരയിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തിന്റെ 30-35% ലീക്കായി പോവുകയാണ്. അതായത് അരുവിക്കരയിൽ നിന്നും 1000 ലിറ്റർ വെള്ളം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നാൽ അതിൽ 650 ലിറ്റർ വെള്ളം മാത്രമേ തിരുവനന്തപുരത്ത് എത്തുന്നുള്ളൂ. ഇത് ഗവൺമെന്റ് കണക്കാണിത്, വാട്ടർ അതോറിറ്റിയുടെ കണക്കാണിത്. ഇത് പരിഹരിക്കുവാൻ വേണ്ടി ഇവരൊരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ? 2 മേയർമാരിവിടെ ഉണ്ടായിരുന്നല്ലോ, ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയും നേമ സ്ഥാനാർത്ഥിയും. ഇവർ മേയർമാരായിരുന്ന സമയത്ത് മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ശാശ്വത പരിഹാരത്തിന് വേണ്ടി ജനങ്ങളോട് പറയാൻ ഞങ്ങൾ തയ്യാറാ ചർച്ച ചെയ്യാനായിട്ട്. തെരുവ് നായ്ക്കളുടെ വന്ധീകരണം, ഈ വന്ധീകരണം ആരംഭിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായ സമയത്താണ്. അന്ന് ഒരു 1500 നായ്ക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വന്ധ്യം കരുതി അതിന്റെ എണ്ണ 8500 മുതൽ 16 കഴിഞ്ഞിരുന്നു. പറയട്ടെ, എന്താ സംഭവിച്ചത് തെരുവ് നായ വന്ധീകരണത്തിൽ? വിളപ്പിൽശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഭയപ്പാടോടെയാണ് ആ പേര് ഉച്ചരിക്കുന്നത് തന്നെ. വളരെ മനോഹരമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടപ്പിലായിക്കൊണ്ടിരുന്ന ഒരു പദ്ധതി ഈ LDF ഭരണത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ട് നടപ്പിലാക്കിയോ പണം ഒഴുകിയത് മാത്രം മിച്ചം. വിളപ്പിൽശാല എന്ന് കേൾക്കുമ്പോഴേക്കും ജനം ഭയപ്പെടുന്ന ഒരവസ്ഥ അല്ലേ? വരട്ടെ, ഇക്കാര്യങ്ങളിൽ ആശയ സംവാദം ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ ജനങ്ങൾക്ക് നമുക്ക് അധികാരം കിട്ടിയ സമയത്ത് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്, എന്ത് ഗുണകരമായ കാര്യങ്ങളാണ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ആവശ്യം. ആ ചർച്ചകൾക്ക് BJP എപ്പോഴും തയ്യാറാണ്. അതായത് ഗുസ്തി മത്സരമൊന്നുമല്ലോ സനക. ഈ ഗോതയിലിറങ്ങി ട്രൗസർ വിട്ട് എണ്ണയും തേച്ച് നിന്നിട്ട് വാ, അതറിയാം. നിയമസഭയിൽ നമ്മൾ കണ്ടതല്ലേ മേശപ്പുറത്ത് എന്താ കണ്ടത്? നിയമസഭയിൽ മേശപ്പുറത്ത് വനിതാ MLA-മാരുന്നപ്പോഴേക്കും അത് അത്തരത്തിലുള്ള ഗുസ്തിയല്ലല്ലോ ആവശ്യം ജനാധിപത്യത്തിൽ. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ലളിതമായിട്ട് ചോദിക്കട്ടെ. ഇപ്പോ P. ചിദംബരം, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ്, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, ഡിജിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച വന്നപ്പോഴേക്കും P. ചിദംബരം എന്താ പറഞ്ഞത്? പച്ചക്കറി വിൽക്കുന്ന സ്ഥലത്ത് പോയിന്റ് ഓഫ് സർവീസ് മെഷീൻ എവിടെയാണ്?
അവിടെയൊക്കെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ എങ്ങനെ കിട്ടും? റിക്ഷ ഓടിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടും? നിങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടൊരു പരിഹാസ ചിരിയല്ലേ അദ്ദേഹം നടത്തിയത്. രാജീവ് ചന്ദ്രശേഖർജിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് നടത്തിയ IT മേഖലയിൽ നടത്തിയ വിപ്ലവകരമായ നീക്കമാണ് ഇന്ന് ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ ഏറ്റവും മികച്ച രാജ്യമായി ഭാരതം മാറിയത്. വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. മാറ്റിവെക്കാൻ വേണ്ടി ശിവൻകുട്ടിക്ക് സാധിക്കുമോ? ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷം വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ എത്തിയത് പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ചത് ആരുടെ കാലഘട്ടത്താ? ആരുടെ കാലഘട്ടത്തിൽ ആര് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ് സ്കൂളിൽ പാമ്പ് കടിയേറ്റ് ഒരു കുട്ടി മരിച്ചത്? ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ് ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം വന്നത് ആര് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ്? ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്ര മന്ത്രിയായിരുന്ന സമയത്ത് ഇന്ത്യയിൽ നടന്ന IT വിപ്ലവം, ആ IT വിപ്ലവത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി LDF ആരെങ്കിലും തയ്യാറുണ്ടോ? ഇനി ചർച്ച വിശ്വസനീയമായ ക്രെഡിബിലിറ്റിയുള്ള സംഘടനകൾ ചർച്ചയ്ക്ക് വിളിക്കട്ടെ 3 സ്ഥാനാർത്ഥികളെയും. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ പല സംഘടനകളും ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നല്ലോ. ബഹുമാനപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ, ശ്രീ ശശി തരൂർ, ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. ആവശ്യമുള്ള സമയം, ഞാനായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിൽ ജനറൽ കൺവീനർ, അവർ ചോദിച്ച സമയം അത്രയും തന്നെ കൊടുത്തല്ലോ. എന്തുമാത്രം ആരോഗ്യകരമായ ചർച്ച നടന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി തയ്യാറാകട്ടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ ചർച്ചകൾ കേരളത്തിന്റെ ഭാവിയിലെ വികസനത്തിന് വേണ്ടി, ഇതുവരെ നടന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാം. ആ സംഭവം അദ്ദേഹം ആദ്യമേ പറഞ്ഞാണല്ലോ. ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം മേയറായിരുന്ന 5 വർഷ കാലഘട്ടവും NDAയുടെ ഭരണത്തിലുള്ള 3 മാസവും നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് തയ്യാറുണ്ടോ? അവർ നടപ്പിലാക്കിയ പദ്ധതി പറയുമ്പോഴേക്കും ആദ്യം ഒരു വിളപ്പിൽശാലയെ കുറിച്ച് പറയണം. എത്ര കോടി രൂപ ചെലവാക്കി, എന്തായിരുന്നു അതിന്റെ ആത്യന്തികമായിട്ട് അതിന്റെ പരിണിത ഫലം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അദ്ദേഹത്തിന്റെ മറുപടിയാണല്ലോ. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന. 140 നിയോജക മണ്ഡലങ്ങളിലും ഘടകകക്ഷിയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇപ്പൊ നേമത്ത് മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ വോട്ടർമാരുടെ ഇടയിലുണ്ട്. ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ട് അദ്ദേഹം ഇത്ര മണിക്ക് മറുപടി പറഞ്ഞില്ല എന്ന് പറയുന്നതിലല്ല അർത്ഥം. ഞാൻ പറയാം, ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു? കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഗുണഫലം തന്നെയാണ് തിരുവനന്തപുരവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഓരോ പ്രോജക്റ്റുകളിലും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക്, കേരളത്തിൽ നിന്നുള്ള ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ട്. മുരളീധരൻജിയുടെ ഇടപെടലുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെന്റും പാർട്ടിയും ഏൽപ്പിച്ചിരുന്ന പ്രവർത്തനം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള IT മേഖലയിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനമായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വളരെ മെച്ചമായിട്ട് അദ്ദേഹം ചെയ്തു. കേരളം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ്. അതിനുശേഷം കൂടുതൽ സമയം അദ്ദേഹം കേരളത്തിലുണ്ട്. ഞാൻ ചോദിച്ചത് 45 വർഷമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്ന് പ്രവർത്തിക്കുന്ന 3 നേതാക്കന്മാരെ വേറെ പറഞ്ഞത്. അവർ പറയട്ടെ. അവർ പ്രതിപക്ഷമായിരുന്നില്ലല്ലോ, പതിറ്റാണ്ടുകളോളം ഭരണപക്ഷമായിരുന്നില്ലേ? തിരുവനന്തപുരത്തെ അടിസ്ഥാന പ്രശ്നമായുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ ഈ 3 നേതാക്കന്മാരും 3 പേരും പല കാലഘട്ടങ്ങളിൽ MLA ആയിരുന്നു, 2 പേരും മേയറായിരുന്നു. എന്ത് ചെയ്തു അവർ? ഇവിടുത്തെ വെള്ളക്കെട്ട്, ഇവിടത്തെ മഴയത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കം പരിഹരിക്കാൻ ഇവർ 3 പേരും എന്ത് ചെയ്തു? ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ കൊണ്ടുവന്ന മുൻകൈ എടുത്തു കൊണ്ടുവന്ന ഒരു വ്യവസായ സംരംഭം പറയാമോ? പറയട്ടെ. തിരുവനന്തപുരത്ത് ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ചയ്ക്ക് 3 സ്ഥാനാർത്ഥികളും ചർച്ചയ്ക്ക് ഉണ്ടാവണമല്ലോ. നിങ്ങൾ മാധ്യമങ്ങൾ എന്തേ 3 ആവുമോ? ഞാൻ പറയട്ടെ, മാധ്യമങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എത്രയോ സംഘടനകൾ ചർച്ചകൾ സംഘടിപ്പിച്ചു. ഞങ്ങളല്ലേ ഇവിടെ ആദ്യം എത്തിയത്? സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ, ഇതുവരെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. രാജീവ് ചന്ദ്രശേഖർ ആദ്യം അത് ഓപ്പൺ ചെയ്തതല്ലേ? പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നിരവധി കേന്ദ്രമന്ത്രിമാർ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ 1-ൽ കൂടുതൽ സ്ഥലങ്ങൾ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഞാൻ എല്ലാ കാര്യവും ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ.
എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് വരട്ടെ, മറുപടി വരട്ടെ. അങ്ങനെയുള്ള നമുക്കിവിടെ ആശയ സംവാദം നടന്നാൽ മതിയല്ലോ. വരട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ചർച്ച നടക്കാനാണല്ലോ ഞങ്ങൾ പോയിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത്. അല്ലെ, മറുപടി വരട്ടെ. ജനങ്ങൾക്ക് സജീവമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഞങ്ങൾ പറഞ്ഞത് എല്ലാത്തിനും ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണല്ലോ. ഇവരൊക്കെ തന്നെ അധികാര കേന്ദ്രങ്ങൾ പതിറ്റാണ്ടുകൊണ്ട് ഇരിക്കുന്നവരാണല്ലോ. എന്താണ് ഇത് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്? മറുപടി പറയട്ടെ. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയോട് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്താണ്? കേരളത്തിന്റെ സമഗ്രമായ വികസനത്തെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ച് ചർച്ചയാകാമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താ? നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു നോക്ക്. സംസ്ഥാന BJPയുടെ അധ്യക്ഷൻ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചു. മുഖ്യമന്ത്രി എന്ത് മറുപടി? നിങ്ങൾ ചോദിച്ചു നോക്ക്. വരട്ടെ, അദ്ദേഹത്തിന്റെ മറുപടി പറയട്ടെ. ഇപ്പൊ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ഇവർ മറുപടി പറയട്ടെ. ഈ 3 LDF സ്ഥാനാർത്ഥിമാരും എന്താ? നിങ്ങൾ അവരോട് പോയിട്ട് ഇതിന്റെ മറുപടി പറയാൻ പറ. തിരുവനന്തപുരത്തെ അടിസ്ഥാന പ്രശ്നം വഷളാക്കിയതല്ല. ഇത്രത്തോളം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചവരാണ്. അല്ല, നിങ്ങൾ മാധ്യമങ്ങൾ നിശ്ചയിച്ചാൽ ഞങ്ങൾ തയ്യാറാണ്, മറ്റേതെങ്കിലും സംഘടനകൾ നിശ്ചയിച്ചാൽ ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് തിരുവനന്തപുരത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. വളരെ ഭംഗിയായിട്ട് അനന്തമായ സാധ്യതയുള്ള ഒരു പട്ടണത്തെ ഇത്രത്തോളം വികസന മുരടിപ്പിൽ കെട്ടിയിട്ട തളച്ച കാര്യങ്ങൾ ഞാൻ എല്ലാം പറയാം. ഉദ്യോഗസ്ഥരുൾപ്പെടെ, നല്ലവരായ സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച ആരൊക്കെയാണെന്ന് പറയാം. എണ്ണി പറഞ്ഞുതരാം. തയ്യാറാവോ? ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ട്, നിയമമണ്ഡലത്തിൽ ഉൾപ്പെടെ. അധികാര സ്ഥാനത്ത് അല്ലെ മൂന്ന് LDFന്റെ ഇപ്പൊ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ. LDFന്റെ ഇപ്പൊ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ. ആ 3 സ്ഥാനാർത്ഥികളും നിരവധി കാലം MLA-മാരായും മന്ത്രിമാരായും മേയർമാരായും ഇരുന്നിട്ടുള്ളവരാണ്. അതിൽ ഒരാൾ മേയറായിട്ടില്ല, 2 പേരായിട്ടുണ്ട്. ഇവരിൽ ആരും ആദ്യം വരട്ടെ. അവർക്കാണല്ലോ പ്രാക്ടിക്കലി നന്നായിട്ട് അറിയാന്നുള്ളത്. അപ്പൊ ജനങ്ങൾക്കും കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഇതിലൊരു ഉത്തരം വരട്ടെ. അദ്ദേഹം രാജീവേട്ടൻ പറയാനുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഈ കാര്യത്തെ കുറിച്ച് വെച്ചപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പരിപാടി വരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അക്കാര്യത്തിൽ എനിക്ക് അത്ര ഉത്തരവുള്ളൂ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? നല്ലൊരു ആശയ സംവാദമാണ് തിരുവനന്തപുരത്ത്, വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ല രാഷ്ട്രീയ സംവാദമാണ്. അതിന് 3 മാസം ഭരണത്തിന് നേതൃത്വം കൊടുത്ത് സംഘടന തന്നെ പറയുകയാണ് ഞങ്ങൾ തയ്യാറാണെന്ന്. നല്ലൊരു ആശയ സംവാദം നടക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും നല്ല ആശയ സംവാദത്തിന് മാത്രമല്ല, ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഇന്ത്യയിലെ IT വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി, പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വളരെ കൂടുതൽ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പോയിട്ട് ആ രാജ്യങ്ങളുടെ IT പോളിസി ഡിസ്കസ് ചെയ്യുന്ന വിദഗ്ധൻ, ഒരു ഏറ്റവും മികച്ച പൊതുപ്രവർത്തനമുള്ള ഒരാളാണ് അദ്ദേഹം. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടല്ലേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP നേടിയെടുത്തത്. എത്ര പഞ്ചായത്തുകളാ? അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ നേടിയെടുത്തത്. എല്ലാ കാര്യങ്ങളും എന്റെ പാർട്ടി എന്ന് ഞാൻ പറഞ്ഞില്ല. അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ പത്രസമ്മേളനം നടത്തുന്നത് എന്റെ പാർട്ടി ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ ഇന്നാറ് ചുമതലപ്പെടുത്തുന്നോ ഇന്നാറ് പറയുമെന്നോ അല്ല പറഞ്ഞത്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. LDFന്റെ ഭാഗത്ത് നിന്ന് വരട്ടെ, അവരല്ലേ ഇവിടെ നാട് ഭരിച്ചത്. ഓരോ ദിവസവും അവർ നടത്തിയ കാര്യങ്ങൾ. ഇപ്പോ ഏറ്റവും കൂടുതൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ? കഴക്കൂട്ടമാണ്. നിങ്ങൾ അന്വേഷിച്ചു നോക്കിയോ? കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ് കുടിവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ
കുളത്തൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് കുടിവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷം. അവിടുത്തെ പതിറ്റാണ്ടുകളായ അവിടുത്തെ MLA ആരാ? ഈ കുടിവെള്ള പ്രശ്നം ഇപ്പോ ജനങ്ങൾക്ക് രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാവാതെ പിടിച്ചിരിക്കുന്ന എങ്ങനെയെന്നറിയോ? തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്തതുപോലെ ഓരോ വാർഡുകൾക്കും ഓരോ ടാങ്കർ കുടിവെള്ളം സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു പരിധിവരെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടൊപ്പം ഉണ്ട്. 24 മണിക്കൂറും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഉദ്യോഗസ്ഥരും ചെയർമാനും ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ടാങ്കർ ആവശ്യപ്പെടുന്ന സ്ഥലത്തൊക്കെ എത്തിക്കുന്നത്. ഇപ്പൊ ഈ ദിവസവും ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഏറെക്കുറെ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതം എല്ലാ ജനപ്രതിനിധികളും ഫീൽഡിലാണ്. അത് ഞാൻ നേരത്തെ പേര് പറഞ്ഞ നേതാക്കന്മാരുടെ പിടിപ്പുകൾ കൊണ്ടാണ് നമ്മുടെ നഗരം ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഇവരാരെങ്കിലും അരുവിക്കരയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളത്തിന്റെ 35% ലീക്കായി നഷ്ടപ്പെടുന്നു എന്നുള്ള വിഷയം ഇവരാരെങ്കിലും അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അത് പരിഹരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അല്ല, കോർപ്പറേഷന്റെ ഭരണ നേതൃത്വം തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയം. അല്ല, മറ്റുള്ള സംവാദങ്ങളോ ചർച്ചകളോ ഒരു ചർച്ചയാവോളൊന്നുമില്ലല്ലോ. അത് ഞാൻ പറയുന്നത് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴിഞ്ഞ 3 മാസത്തെ ഭരണ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ, ഞങ്ങൾ 3 മാസം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ചുറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ പരാമർശിക്കണമല്ലോ. അപ്പൊ ഒരാൾ അയ്യപ്പനും കോശിയും കളിക്കാൻ റെഡിയായി നിൽക്കുമ്പോഴേക്കും അത് പരാമർശിക്കട്ടെ. ഈ സംഭവത്തിലേക്ക് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും അതിന് കേപ്പബിൾ ആണ്. ഞങ്ങൾക്ക് ഇന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല, പറയേണ്ട ആശയങ്ങൾ വ്യക്തതയോടെ പറയാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും 1, 2, 5 പേരല്ല, കോമ്പീറ്റന്റ് ആയിട്ട് നിരവധി പേരുണ്ട്. എന്തായാലും കോർപ്പറേഷന്റെ ഭാഗം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ തയ്യാറാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും അതിനെല്ലാം യോഗ്യരാണ്. ഉണ്ടല്ലോ. എന്തോ അല്ല, ഈ ഞാൻ നേരത്തെ പേര് പറഞ്ഞ 3 പേരിൽ ആരെങ്കിലും വന്നാലും നമ്മൾ സന്തോഷം. കാരണം അവരാണല്ലോ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. ഈ കുടിവെള്ളം മുട്ടിച്ചതും ഈ തെരുവുനായികളുടെ എണ്ണം പെരുക്കിയതും ഈ വേസ്റ്റ് മാനേജ്മെന്റിനെ അവതാളത്തിലാക്കിയതൊക്കെ അവരാണല്ലോ എന്ന് പറയേണ്ടത്. ഇപ്പോൾ കോർപ്പറേഷൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും മുൻ MLA മാരും മന്ത്രിമാരും മേയർമാരും ഒക്കെ ആയിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളാകുമ്പോൾ അതിന് കുറച്ചുകൂടെ റെലവൻസ് ഉണ്ടാകും. സ്വാഭാവികമായും ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വികസനം ചർച്ച ചെയ്യുമ്പോൾ അത് സംസാരിക്കേണ്ടത്, സംവാദത്തിൽ വരേണ്ടത് അല്ല. ഈ വിളപ്പിൽശാല ചർച്ച ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് നേമത്തെ LDF കാൻഡിഡേറ്റിനാണ്. വിളപ്പിൽശാലയ്ക്കല്ല നമ്മൾ തുടങ്ങേണ്ട. അതുപോലെ തന്നെ ഈ നായ്ക്കളെ വന്ധീകരിക്കണമെന്ന് തുടങ്ങണമല്ലോ. അതൊക്കെ 10 വർഷം മുമ്പ് തുടങ്ങിയില്ല. 1500 വന്ധീകരിച്ച് 8000 ആക്കിയ ചർച്ചയുണ്ട്. നമുക്ക് വേണ്ടേ? എങ്കിലേ ചർച്ചയ്ക്കൊരു ബലം ഉണ്ടാവുള്ളൂ, കിട്ടുള്ളൂ. ഞങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. BJPക്ക് എത്ര വാർഡുകൾ ജയിക്കാൻ സാധിക്കും, എത്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടുമെന്നൊക്കെയുള്ള ഞങ്ങൾക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് ഞങ്ങൾ മത്സരിച്ചു, ജയിച്ചു. ഞങ്ങൾക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റും. ഞങ്ങൾ മത്സരിച്ചല്ലോ, അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മത്സരിച്ചല്ലോ. ഞങ്ങൾക്ക് ജയിക്കാനുള്ള വോട്ടില്ല, അതുകൊണ്ട് ആ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ മത്സരിച്ചല്ലോ, ഞങ്ങൾ RCP ആയിരുന്നല്ലോ കാൻഡിഡേറ്റ്. കോൺഗ്രസ് മത്സരിച്ചല്ലോ പലതിലും. ഞങ്ങൾക്കത് ജയിക്കാനുള്ള വോട്ടില്ല, അതുകൊണ്ട് ബാക്കിയെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾക്ക് കിട്ടി. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി നേരത്തെ ഇപ്പോ ശ്രീ പ്രശാന്ത് മേയർ ആയിരുന്ന സമയത്ത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി BJP ആയിരുന്നല്ലോ, സിബി ജോഷ് ആയിരുന്നല്ലോ അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അന്ന് അവർക്ക് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടാനുള്ള വോട്ട് LDF ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾക്ക് കിട്ടി. KM മാണിയുടെ ബഡ്ജറ്റ് സമയത്ത് മുണ്ട് ഉയർത്തിക്കൊണ്ട് വനിതാ കൗൺസിലർമാർ മുമ്പേ മേശപ്പുറത്ത് നടന്നില്ലേ? അതാണ് പറയേണ്ടത്. നമുക്ക് അത് ചർച്ച തുടങ്ങാം. ബാക്കിയെല്ലാം കഴിഞ്ഞ ആഴ്ചയില്ലേ? അതൊരു കാര്യം ചെയ്യും, അതിന്റെ പഴയ വിഷ്വൽസ് ഒക്കെ എടുക്കാം, എന്നിട്ട് നമുക്ക് ഓരോ പോസ്റ്റും ചർച്ച ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പറയുന്നത് നിങ്ങളല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നവർ അധികാര സ്ഥാനത്ത് നിരവധി വർഷങ്ങളോടിരിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും റെലവന്റ് ആയിട്ട് കറണ്ട് പൊളിറ്റിക്സ് ഓരോ ദിവസവും അവരാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ച ആകുമ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ സജീവമാവും. ഇനി അവരല്ല മറ്റാരെങ്കിലും ആണ് ആ പ്രസ്ഥാനം നിയോഗിക്കുന്നത്, ഞങ്ങൾ തയ്യാർ.
അക്കാര്യങ്ങളിലേക്ക് അതൊക്കെ ഒരു പാർട്ടിയുടെ ഡിസിഷനാണ് കാര്യങ്ങൾ. അതൊക്കെ അക്കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ചർച്ചയെ ഡൈല്യൂട്ട് ചെയ്യപ്പെടും. ഞങ്ങൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിച്ചത് കഴിഞ്ഞ 40-45 വർഷം കൊണ്ട് ഈ കോർപ്പറേഷനെ തിരുവനന്തപുരത്തെ അവതാളത്തിലാക്കി. കോർപ്പറേഷൻ മാത്രമല്ല, ജലസേന വകുപ്പ് ഉൾപ്പെടെ. നിങ്ങൾ ഈ ഈ ഞാൻ പറഞ്ഞ ഈ സിറ്റിയിലുള്ള 3 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിമാർ, LDF സ്ഥാനാർത്ഥിമാർ അറിഞ്ഞിട്ടുണ്ടോ 35% വെള്ളം ലീക്ക് ആവുന്നു അരുവിക്കര കൊണ്ടുവരുമ്പോ? അതുകൊണ്ടാണ് ഫോഴ്സ് ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഫ്ലാറ്റുകളിലേക്കും വീടുകളുടെ മുകളിലേക്കും ഫോഴ്സ് ഇല്ലാത്തത്. ഇതെന്താ ഇവർ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് 30 വർഷം കഴിയുമ്പോഴേക്കും ലൈൻ ഡാമേജ് ആവും, അതിന്റെ കാലാവധി കഴിയുമെന്ന് അറിഞ്ഞിട്ട് ഇവർ പുതിയ പൈപ്പ് ലൈൻ ഇട്ടിട്ടില്ല? എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ MLA ആയിട്ടുള്ള കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഇത്രത്തോളം കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ട് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നില്ല? അദ്ദേഹം കൗൺസിലർമാരുടെ മീറ്റിംഗ് നടത്തിയിട്ട് കോർപ്പറേഷന്റെ ടാങ്കർ വെള്ളം കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ ചെയ്തോളാം.